2008 BCCI ഒരു 2020 ടൂർണമെന്റ് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ തന്നെ പ്രമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഫ്രാഞ്ചൈസികൾക്ക് രൂപം നൽകുന്നു. ഇന്ത്യയുടെ തന്നെ പ്രമുഖ ബിസിനസ് വ്യക്തികളും സെലിബ്രിറ്റികളും ടീമുകളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുന്നു. സച്ചിൻ, ധോണി, സേവാഗ്, രാഹുൽ ദ്രാവിഡ്, സഹീർ ഖാൻ അടക്കമുള്ള ഇന്ത്യയുടെ തന്നെ പ്രമുഖ താരങ്ങളെയും ഒപ്പം വിദേശ താരങ്ങളെയും അണിനിരത്തിയാണ് ലീഗ് BCCI മുന്നോട്ട് അവതരിപ്പിച്ചത്. അങ്ങനെ മുംബൈ ഫ്രാഞ്ചൈസ് ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ബിസിനസ് രംഗത്ത് ഏറ്റവും പ്രമുഖനായ അംബാനി ഗ്രൂപ്പ് സ്വന്തമാക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിനെ ഫ്രാഞ്ചൈസിന്റെ മുഖമുദ്രയെ അവതരിപ്പിച്ച മുംബൈ അദ്ദേഹത്തെ തന്നെ ക്യാപ്റ്റനാക്കി സീസൺ ആരംഭിച്ചു. സച്ചിനെ കൂടാതെ പൊള്ളോക്ക്, ജയസൂര്യ, റോബിൻ ഉത്തപ്പ, ബ്രാവോ, ഹർഭജൻ സിംഗ്, മലിംഗ അടക്കം ലോകത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ താരങ്ങളെ അണിനിരത്തിയുള്ള സ്ക്വാഡ്. എന്നാൽ പേപ്പറിൽ മികച്ച ടീമായിരുന്നു മുംബൈയെങ്കിലും ആദ്യ 4 മത്സരത്തിൽ തന്നെ തോൽവിയോടെ തുടക്കം. സീസൺ അവസാനിക്കുമ്പോൾ സെമി പോലും കാണാതെ പുറത്തേക്ക്. 2009 സീസണിൽ ഡൊമിനി, സഹീർ ഖാൻ അടക്കമുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചു. എന്നാൽ 2008 5ാമത് ഫിനിഷ് ചെയ്ത മുംബൈ ഇത്തവണ 7ാം സ്ഥാനത്തേക്ക് താഴെപ്പെട്ടു. 2010 കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആദ്യഘട്ട മത്സരങ്ങളൊക്കെ മികച്ച രീതിയിൽ കളിച്ച മുംബൈ സെമിയിലേക്ക് കടന്നത് പട്ടികയിൽ 1ാം സ്ഥാനക്കാരായി. അവിടെ നിന്ന് ഫൈനലിലേക്ക് യോഗ്യത നേടിയ മുംബൈയെ കാത്തിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. സച്ചിൻ, ധോണി എന്നിവർ 2 ടീമുകളെ നയിച്ചതുകൊണ്ട് തന്നെ IPLന്റെ തുടക്കകാലം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന 2 ടീമുകളായിരുന്നു മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. എന്നാൽ ഫൈനലിൽ ധോണിയുടെ ചെന്നൈയോട് തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു സച്ചിന്റെ മുംബൈയുടെ വിധി. 2010 സീസണിൽ പൊള്ളാർഡ് അടക്കമുള്ള വെസ്റ്റ് ഇൻഡീസ് താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്നത് മുംബൈക്ക് മിഡിൽ ഓർഡറിൽ വലിയ ഊർജ്ജം നൽകിയിരുന്നു. എന്നാൽ മുംബൈ മാനേജ്മെന്റ് താരലേലത്തിൽ 2011 സീസണിലേക്ക് കടന്നപ്പോൾ ഇന്ത്യൻ താരമായ രോഹിത് ശർമ്മയെ സ്വന്തമാക്കി. മെഗാലേലത്തിൽ അന്നത്തെ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ കുറേയുണ്ടായിരുന്നിട്ടും അവരെ ആരും സ്വന്തമാക്കാതെ രോഹിത് ശർമ്മയെ എന്തിനു സ്വന്തമാക്കിയെന്ന് ആരാധകരും വിമർശകരും അടക്കം ഒട്ടനേകം അന്ന് മുംബൈ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്തു. 2012 സീസണിൽ തന്നെ പ്ലേ ഓഫിലേക്ക് ടീം യോഗ്യത നേടിയെങ്കിലും ഫൈനലിലേക്ക് യോഗ്യത നേടാനാകാതെ മുംബൈ പുറത്തായി. 2012 സീസണിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കുറേ മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത മുംബൈ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെങ്കിലും വീണ്ടും അടിതെറ്റി. മികച്ച ഫ്രാഞ്ചൈസി ആയിരുന്നിട്ടും ഇത്രയേറെ മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മുംബൈക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്ന് മാനേജ്മെന്റിനും ആരാധകർക്കും പിടികിട്ടാതെയായി. വസ്തുത എന്തെന്നാൽ ഇത്തവണ മുംബൈ തോറ്റുപുറത്തായത് വീണ്ടും തങ്ങളുടെ ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനോട്. മുൻപ് ഫൈനലിൽ വഴിമുടക്കിയതുപോലെ ഇത്തവണയും ചെന്നൈ 2 കൽപ്പിച്ചായിരുന്നു. സച്ചിൻ 2012 സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നായകസ്ഥാനം ഒഴിഞ്ഞിരുന്നു. പകരക്കാരനായി എത്തിയ ഹർഭജനും ടീമിനെ മുന്നോട്ട് നയിക്കാൻ പറ്റാതെയായി. അങ്ങനെ 2013 സീസൺ ആരംഭിച്ചു. ലേലത്തിൽ റിക്കി പോണ്ടിങ്ങിനെ മുംബൈ സ്വന്തമാക്കി. ജയസൂര്യ, സച്ചിൻ കൂട്ടുകെട്ട് മുമ്പ് മുംബൈ ഇന്ത്യൻസിനായി ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട് എങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച 2 താരങ്ങളായിരുന്ന സച്ചിനെയും പോണ്ടിങ്ങിനെയും മുംബൈ ഓപ്പണിംഗ് ബാറ്റിങ്ങിനായി ഇറക്കി. മാത്രമല്ല പോണ്ടിങ്ങിന് ക്യാപ്റ്റൻ സ്ഥാനവും ഏൽപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിരുന്നെങ്കിലും മുംബൈ ടീം മാനേജ്മെന്റിന്റെയും ആരാധകരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പോണ്ടിങ്ങിന് സാധിച്ചില്ല. മാത്രമല്ല സീസണിൽ കുറേ മത്സരങ്ങളിൽ വലിയ പരാജയവും നേരിടേണ്ടി വന്നു. അതോടെ അദ്ദേഹം സ്വയം നായകസ്ഥാനം കൈമാറി. അന്നത്തെ യുവ ഇന്ത്യൻ താരവും മുംബൈയിലേക്ക് 2011 കുടിയേറിയ രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കുവാനും അങ്ങനെ മുംബൈ മാനേജ്മെന്റ് തീരുമാനമെടുത്തു. സച്ചിനെ പോലെ തന്നെ മുംബൈ ലോക്കൽ ബോയ് ആയിരുന്നു രോഹിത് ശർമ്മയും. അതുകൊണ്ട് തന്നെ മുംബൈ മാനേജ്മെന്റിനും രോഹിത്തിനെ ക്യാപ്റ്റനാക്കുന്നതിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴായി പരിക്കിന്റെ പിടിയിൽപ്പെട്ടിരുന്ന രോഹിത് ഇന്ത്യൻ ടീമിൽ പോലും സ്ഥിര സാന്നിധ്യമായിരുന്നില്ല. എന്നാൽ തന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയ അവസരം രോഹിത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെ രോഹിത്തിന്റെ നേതൃത്വത്തിൽ മുംബൈ ആദ്യമായി കളത്തിലിറങ്ങി, അതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ. ആദ്യ മത്സരം തന്നെ ജയിച്ചു തുടങ്ങിയ രോഹിത് മുംബൈ എന്ന ടീമിനെ തനിക്ക് മുൻപേ വന്ന പല താരങ്ങളെക്കാളും പല നായകന്മാരെക്കാളും മികച്ച രീതിയിൽ ഉടച്ചു വാർക്കുന്നത് കാണപ്പെട്ടു. യുവതാരമായിരുന്നത് കൊണ്ട് തന്നെ ടീമിലെ യുവതാരങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു. തുടരെ തോൽവികളും ഇടയ്ക്ക് ജയങ്ങളും മാത്രം കണ്ടിരുന്ന മുംബൈ ടീമിനെ വിജയങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അതിൽ തന്നെ ഏറ്റവും വലുത് അന്ന് ചെന്നൈയുമായുള്ള ഒരു മത്സരമായിരുന്നു. ചെന്നൈയെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് താഴ്ത്തിയ ഒരു മത്സരം. ചിരവൈരികളായ ചെന്നൈ മുംബൈക്ക് മുന്നിൽ ഇത്രയും വലിയ നാണക്കെട്ട തോൽവി അന്ന് വഴങ്ങുന്നത് ആദ്യമായിരുന്നു. അതോടെ രോഹിത് എന്ന നായകൻ മുംബൈ ആരാധകർക്കിടയിൽ വാഴ്ത്തപ്പെടാൻ തുടങ്ങി. ആ സീസൺ അവസാനിക്കുമ്പോൾ മുംബൈ ടീമും സച്ചിനും ആദ്യമായി IPL കിരീടത്തിൽ ഒത്തമിട്ടു, അതും രോഹിത്തിന്റെ നേതൃത്വത്തിലൂടെ. 2014 സീസണിന്റെ തുടക്കത്തിൽ ആദ്യത്തെ 4 മത്സരങ്ങൾ മുംബൈ അടുപ്പിച്ചു തോറ്റു. രോഹിത് ഒരു 1 ടൈം വണ്ടർ ക്യാപ്റ്റനാണെന്ന് പലരും വിമർശിച്ചു. എന്നാൽ പിന്നീട് ഒരു പിടി മികച്ച പെർഫോമൻസോടുകൂടി മുംബൈ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി. എന്നാൽ അവിടെ വീണ്ടും ചെന്നൈ വഴിമുടക്കി, മുംബൈ പുറത്തേക്ക്. 2015 ടീം വീണ്ടും കിരീടം സ്വന്തമാക്കി. ഇത്തവണത്തെ IPL കിരീട നേട്ടത്തിൽ മുംബൈ ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാരണങ്ങളിലൊന്ന് ഫൈനലിൽ മുംബൈ തോൽപ്പിച്ചത് ചെന്നൈയെ ആയിരുന്നു എന്നതാണ്. 2016 സീസൺ മുംബൈയെ സംബന്ധിച്ച് ഒരു മോശം സീസണായിരുന്നു. മാത്രമല്ല ടീം പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായി. എന്നാൽ 2017 ഇതിനെല്ലാം മറുപടി നൽകി മുംബൈ ഒന്നാമതായി തന്നെ ഗ്രൂപ്പ് ഘട്ടങ്ങൾ ഫിനിഷ് ചെയ്യുകയും മൂന്നാമതും തങ്ങളുടെ IPL കിരീടം സ്വന്തമാക്കി.
കോഴക്കേസിൽപ്പെട്ട് താൽക്കാലികമായി IPL നിന്നും ബാൻ ചെയ്യപ്പെട്ട ചെന്നൈക്കും രാജസ്ഥാന് പകരം പുതുതായി അന്ന് 2 ടീമുകൾ IPLിലേക്ക് വന്നിരുന്നു. അവയിൽ ഒന്നായ പൂനെ ടീമിനെ തന്നെ ഫൈനലിൽ രോഹിതിന്റെ മുംബൈ പരാജയപ്പെടുത്തി. ഐതിഹാസികമായ ഫൈനലിലെ 1 റൺ വിജയം മുംബൈ എന്ന ടീമിനെ IPLിലെ തന്നെ ഏറ്റവും മികച്ച ടീമായി ഉയർത്തുകയായിരുന്നു. ഒപ്പം രോഹിത് ശർമ്മ എന്ന ബ്രാൻഡ് ക്യാപ്റ്റനെയും. 2018 പതിവ് പോലെ ടീം താഴേക്ക് തള്ളപ്പെട്ടു. എന്നാൽ അതിന് മറുപടി 2019 തങ്ങളുടെ ചിരവൈരികളായ ചെന്നൈ ടീമിനെ ഫൈനലിൽ വീണ്ടും തോൽപ്പിച്ച് മുംബൈ 4ാമത്തെ കിരീടം സ്വന്തമാക്കി. ചെന്നൈ തങ്ങളുടെ കിരീട നേട്ടങ്ങൾ മുംബൈയോട് സമം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തന്നെ മുംബൈ ഒരു കിരീടം കൂടി അധികം നേടി തങ്ങളുടെ കിരീട നേട്ടം ഉയർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ IPL ആരാധകരെ എല്ലാം തന്നെ ഞെട്ടിച്ച വിജയം 2020 പല പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി മുംബൈ ആ കൊല്ലവും അടുപ്പിച്ച് IPL കിരീടം സ്വന്തമാക്കി. അങ്ങനെ IPL ചരിത്രത്തിൽ 5 കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി മുംബൈ മാറി. ആദ്യ ക്യാപ്റ്റനായി രോഹിത് ഗുരുനാഥ് ശർമ്മയും. ഒരു വശത്ത് തങ്ങളുടെ പ്രധാന എതിരാളികളായ ചെന്നൈ 2 ട്രോഫികളുമായി ലീഡെടുത്തപ്പോൾ അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാതിരുന്ന മുംബൈയെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 5 ട്രോഫികൾ അടിച്ച് അവരെ മറികടക്കുകയും ഒപ്പം ചെന്നൈയെ വെട്ടി ലീഡ് പിടിക്കുകയും ചെയ്യുന്നു. ഒരു നായകനെ ആരാധകർ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല. പെരിയ രോഹിത് എന്ന നായകന്റെ പേര് ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു. ഒടുവിൽ അതും യാഥാർത്ഥ്യമായി. എന്നാൽ 2021-22 വർഷങ്ങളിൽ മുംബൈ മോശ പ്രകടനം കാഴ്ചവെച്ചു. 2021 മുംബൈ പട്ടികയിൽ 5ാമത് ഫിനിഷ് ചെയ്തെങ്കിൽ 2022 ടീം ഏറ്റവും അവസാന സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യേണ്ടി വന്നു. മുംബൈ ടീമിന് എന്തുപറ്റി എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി. അവർ പതിവ് പോലെ ക്യാപ്റ്റനെയും ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു. കാരണം മുൻപ് പലതവണ ടീം ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടുപോവുകയും ഗുജറാത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. മാത്രമല്ല മുംബൈ ടീമിനെതിരെ ചെറിയ രീതിയിലുള്ള ഒരു മോശം പരാമർശവും നടത്തി. എന്നാൽ മുംബൈ ടീമിന്റെ ആരാധകർ പറയാൻ മനസ്സിലുദ്ദേശിച്ച മറുപടി രോഹിത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച് വീണ്ടും കയ്യടി നേടി. 2023 സീസണിൽ താരതമ്യേന വീക്ക് ടീമായിരുന്നിട്ടും ഒത്തൊരുമിച്ച് പരിശ്രമിച്ച മുംബൈ രോഹിത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്ലേ ഓഫിലേക്ക് കടന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ബുംറ അടക്കമുള്ള പ്രധാന താരങ്ങൾ പരിക്കിലായിരുന്നിട്ടും പ്ലേ ഓഫിലേക്ക് കയറിയത് ടീമിന്റെ വിജയം തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ലേലത്തിൽ അപ്രതീക്ഷിത നീക്കം നടത്തിയ മുംബൈ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ഹാർദിക് പാണ്ഡ്യയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഭൂരിഭാഗം ആരാധകർ അതിൽ സന്തോഷം നിറഞ്ഞവരായിരുന്നു. കാരണം മുംബൈയിൽ നിന്ന് കരിയർ ആരംഭിച്ച താരമായിരുന്നു അദ്ദേഹം. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ മൊത്തം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു പിന്നീട് നടന്നത്. രോഹിതിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം മുംബൈ പ്രഖ്യാപിച്ചു. പക്ഷേ അതിലും വിഷമവും ദേഷ്യവും ആരാധകർക്ക് തോന്നാൻ കാരണം മറ്റൊന്നായിരുന്നു. പകരക്കാരനായി മാനേജ്മെന്റ് കണ്ടെത്തിയ ഹാർദിക് എന്ന ക്യാപ്റ്റനെ ഓർത്തുകൊണ്ട്. അതിൽ ആരാധകർ അത്രയേറെ വൈകാരികമാകുന്നത് രോഹിതിനെ അവർ അത്രയേറെ മനസ്സിൽ കുടിയിരുത്തിയതുകൊണ്ട് തന്നെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഫോമിലാണെങ്കിലും IPLിലേക്ക് വരുമ്പോൾ രോഹിത് പലപ്പോഴും ഫോമൗട്ടാണ്. എന്നാൽ അതാരും വകവെക്കാതിരുന്നത് അയാളുടെ ക്യാപ്റ്റൻ ഗ്രൗണ്ടിൽ ടീമിന് ഡിഫൻസീവായി വലിയ വലയം സൃഷ്ടിക്കാനുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. സൂര്യകുമാർ യാദവ്, ബുംറ അടക്കം ടീമിൽ വർഷങ്ങളായി സത്യസന്ധമായി തുടരുന്ന ഒട്ടനേകം താരങ്ങൾ നിൽക്കവേ ടീമിനെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ഹാർദിക്കിനെ തന്നെ ക്യാപ്റ്റനാക്കിയത് ആരാധകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഹാർദിക് ഒരു മികച്ച ക്യാപ്റ്റൻ തന്നെയെന്നത് ഗുജറാത്തിന് ആദ്യ IPL കിരീടം നേടിക്കൊടുത്ത് അദ്ദേഹം തെളിയിച്ചതാണ്. എങ്കിലും IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിൽ ധോണിയോടൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെട്ട രോഹിത്തിന്റെ തട്ട് എക്കാലവും താണു തന്നെ ഇരിക്കും. രോഹിത് മുംബൈ വിടുന്നതും കാത്ത് ടീമിലേക്ക് എത്തിക്കാൻ കാത്തിരിക്കുന്ന ഒട്ടനേകം ടീമുകൾ IPLിൽ നിലവിലുണ്ട്. അതിൽ ചിരവൈരികളായി ചെന്നൈ അടക്കമുണ്ട് എന്നത് എത്രമാത്രം മികച്ച ക്യാപ്റ്റനാണ് രോഹിത് എന്ന് തെളിയിക്കുന്ന വസ്തുതയാണ്. ഇനിയും ഒരുപാട് ഹാർദിക് പാണ്ഡ്യമാരും സൂര്യകുമാർ യാദവും തിലക് വർമ്മമാരും മുംബൈയിൽ വന്നു ചേർന്നേക്കാം. എന്നാൽ അവർക്കൊക്കെ രോഹിത്തിന്റെ ലെഗസി മറികടക്കുക എന്നത് അസാധ്യം എന്ന് തന്നെ നിസ്സംശയം പറയാം. സച്ചിൻ, പോണ്ടിംഗ്, ജയസൂര്യ, സഹിർ ഖാൻ, ഹർഭജൻ, ഗിബ്സ്, മലിംഗ, സൈമൺസ് അടക്കം ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരുന്ന ടീമിനെയും ആരാധകരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച നായകൻ രോഹിത് ഗുരുനാഥ് ശർമ്മ. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.